നമസ്കാരം. കോഴിക്കോട് ഗോവിന്ദാപുരത്ത് ജീവനൊടുക്കിയ ദീപകിന്റെ മരണത്തിലേക്ക് നയിച്ച വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച യുവതി ഷിംജിത മുസ്തഫയ്ക്കെതിരെ ജനരോക്ഷം ഉയരുകയാണ്. ഇവർ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകയും മുൻ വാർഡ് മെമ്പറുമാണ്. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അരീക്കോട് പഞ്ചായത്ത് 14-ാം വാർഡിൽ UDF-നായി മത്സരിച്ച് ജയിച്ച ആളാണ് ഷിംജിത. സോഷ്യൽ മീഡിയയിൽ സാമാന്യം ശ്രദ്ധ നേടിയ കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ് ഷിംജിത മുസ്തഫ. പല പ്രമുഖ ലീഗ് നേതാക്കളുടെയും ഒപ്പം ഇവർ നിൽക്കുന്ന ഫോട്ടോകൾ പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാനുള്ള ശ്രമത്തിനിടയിൽ ഇവർ ദീപകിനെ ഇരയാക്കുകയായിരുന്നു എന്നുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. അതേസമയം ബസ്സിൽ തനിക്കെതിരെയുണ്ടായ പെരുമാറ്റം ഗുരുതരമായ മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമെന്നാണ് ഷിംജിത അടുത്ത വീഡിയോയിലൂടെ വ്യക്തമാക്കി രംഗത്ത് വന്നത്. അറിയാതെ സ്പർശിക്കുന്നതല്ലെന്നും തെറ്റിദ്ധാരണ അല്ലെന്നുമായിരുന്നു ഷിംജിതയുടെ വാദം. ഗുരുതരമായ മാനസിക വൈകല്യവും ലൈംഗിക കുറ്റകൃത്യവുമാണ് ബസ്സിൽ വച്ചുണ്ടായതെന്ന് ഷിംജിത വീഡിയോയിൽ പറഞ്ഞു. ഇതിനുശേഷമാണ് യുവാവ് ജീവനൊടുക്കിയത്. കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ആർക്കാണ് അവകാശമെന്നും കുറ്റാരോപിതന് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലെന്നും ഷിംജിത ആ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. സമൂഹവും കുടുംബവും ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളെ മനസ്സിലാക്കി തിരുത്തണമെന്നും ഷിംജിത വീഡിയോയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് യുവാവ് മനോവിഷമം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു തീപ്പൊരി പോലെ ആളിപ്പടർന്ന വിഷയമായിരുന്നു ബസ്സിൽ നടന്ന ലൈംഗിക അതിക്രമമെന്ന ആരോപണം. പയ്യന്നൂരിലെ സ്വകാര്യ ബസ്സിൽ വെച്ച് ഒരു യുവാവ് തന്നോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് പൊതുപ്രവർത്തക കൂടിയായ ഷിംജിത മുസ്തഫ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങൾ കണ്ണടച്ച് തുറക്കും മുൻപേ വൈറലായി മാറുകയായിരുന്നു. എന്നാൽ ആ ആരോപണങ്ങൾ ഒരു കുടുംബത്തിന്റെ നെഞ്ചിൽ കനലായി മാറിയെന്ന് ആരും അറിഞ്ഞില്ല. ഷിംജിതയുടെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് വീഡിയോയിൽ ആരോപണ വിധേയനായ ദീപക് ജീവനൊടുക്കിയത്. വസ്തുതാവിരുദ്ധമായ ആരോപണത്തിൽ മനം നൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും വാദം. സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡിംഗ് വിഷയം മാത്രമായി കണ്ട പലർക്കും ദീപകിന്റെ മരണം വലിയ ഞെട്ടലുണ്ടാക്കി. അതേസമയം ദീപകിന്റെ കുടുംബം ഈ വിഷയത്തിൽ ഉറച്ചുനിന്നു. ഷിംജിതയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും അവർ പരാതി നൽകി. ഒരു ലൈക്കിനും ഷെയറിനും വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതം തകർത്തത് പൊറുക്കാനാവില്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഷിംജിത മുസ്തഫയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് ഈ നിർണായക നടപടിയിലേക്ക് കടന്നത്. ദീപകിന്റെ മരണശേഷവും തന്റെ ആരോപണം ഷിംജിത ആവർത്തിച്ചിരുന്നു. വടകര പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നും യുവതി അവകാശപ്പെട്ടു. പക്ഷേ ആ വാദത്തെ വടകര പോലീസ് തള്ളിക്കളഞ്ഞു. അങ്ങനെയൊരു സംഭവത്തെക്കുറിച്ചോ പരാതിയെക്കുറിച്ചോ അറിയില്ല എന്നായിരുന്നു വടകര ഇൻസ്പെക്ടറുടെ വിശദീകരണം. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞു മറിഞ്ഞു. സൈബർ ആക്രമണങ്ങൾ ശക്തമായതോടെ ഷിംജിത തന്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നീക്കം ചെയ്യുകയും ചെയ്തു.